നമസ്കാരം. ഇന്നൊരു ഡ്രൈവിംഗ് അവയർനെസ് വീഡിയോ ആണ് നിന്ന് വയ്ക്കുക. അതായത് ലേണർ ഡ്രൈവേഴ്സിനെ കുറിച്ചും നമ്മൾ ജസ്റ്റ് പാസ്സായവർക്കുമുള്ള നമുക്ക് രണ്ട് കാര്യങ്ങളാണ് എൽ പ്ലേറ്റ്സും പി പ്ലേറ്റ്സും. അപ്പോൾ എൽ പ്ലേറ്റ്സ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ രണ്ട് പ്ലേറ്റ്സ് വേണം. ഒന്ന് ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യാനും ഒന്ന് ബാക്ക് ഓഫ് ദ കാർ ഡിസ്പ്ലേ ചെയ്യാനാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എൽ പ്ലേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലീഗലാണ് നമ്മൾ എൽ പ്ലേറ്റ്സ് ഇല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ. സെക്കൻഡ്ലി നമ്മളെ പിടിക്കുകയാണെങ്കിൽ 6 പോയിന്റ്സ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി റിസ്ക് എടുക്കാതിരിക്കുക. നമ്മൾ ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ പഠിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസിങ് ചെയ്യുന്ന ഒരാളുമായിട്ടേ നമ്മൾ ലേണർ ആണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാവൂ. അപ്പോൾ അതാണ് എൽ പ്ലേറ്റ്സിനെ കുറിച്ചുള്ള സംഭവം. പിന്നെ പി പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പാസ്റ്റ് അല്ലെങ്കിൽ പാസ്സായവർക്കുള്ള ഒരു സൈൻ ബോർഡാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ പാസ്സായിട്ടേ ഉള്ളൂ, നമ്മൾ എല്ലാ റോഡ്സും അല്ലെങ്കിൽ മൊത്തത്തിൽ കംഫർട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇന്ന പീരീഡ് വരെ ഉപയോഗിക്കാവൂ എന്നൊരു ലിമിറ്റൊന്നുമില്ല. സോ നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന വരയ്ക്കും നമുക്ക് ഈ പി പ്ലേറ്റ്സ് വെച്ച് ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ് പി പ്ലേറ്റ്സിൻ്റെ. പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല, ഇത് ലീഗൽ റിക്വയർമെൻറ്റും അല്ല. അപ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവോ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ പി പ്ലേറ്റ് വെച്ചിരുന്നാൽ മറ്റുള്ള റോഡ് യൂസേഴ്സിന് നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. അവർ കുറച്ച് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു അവയർനെസ് വീഡിയോ കൂടെയാണ്. അപ്പം നമ്മൾ എപ്പോഴും ലേണേഴ്സ് എന്ന് പറയുന്നവർ പലരും പല മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. വളരെ ഫിയറായിട്ട് അത് ഓവർകം ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കാം. അപ്പം നമ്മൾ എപ്പോഴും റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു എൽ പ്ലേറ്റ് വെച്ചൊരു വണ്ടി ഫ്രണ്ടിൽ നമുക്ക് പോകുന്ന കാണുകയാണെങ്കിൽ കഴിയുന്നതും ഹോൺ അടിക്കുകയോ അല്ലെങ്കിൽ ടെയിൽ ഗേറ്റ് ചെയ്യുക, അവരുടെ അടുത്ത് പോയി നിന്ന് അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാതിരിക്കുക, പിന്നെ എന്താ പറയുക, ഫ്ലാഷ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒന്ന് ഒഴിവാക്കുക. പിന്നെ സൈഡ് റോഡിൽ നിന്ന് നമ്മളൊരു മെയിൻ റോഡിലോട്ട് കയറാൻ നിൽക്കുകയാണെങ്കിൽ ഒരു ലേണർക്കാരനെ കാണുമ്പോൾ അഡ്വാൻറ്റേജ് എടുക്കുന്നതിന് പകരം അവിടെ നമ്മൾ കറക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. അപ്പോൾ ലേണേഴ്സിനെയൊക്കെ റോഡിൽ കാണുമ്പോൾ കഴിയുന്നതും നമ്മൾ കുറച്ച് സപ്പോർട്ടീവായിട്ട് ബിഹേവ് ചെയ്യുക. പിന്നെ നമ്മളൊക്കെ ഒരിക്കൽ ലേണർ ആയിരുന്നവരാണ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ. അപ്പോൾ ഈ ഡൗട്ട്സ് ഉള്ളവർക്ക് അയച്ചു കൊടുക്കുക. ലെറ്റ്സ് ടൈ അപ്പ്.